വെള്ളത്തിന്റെ അളവ് ഇപ്പോൾ താഴ്ന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഡൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. എന്നാൽ പോലും നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോലും നമ്മൾ ഒരു കേവ് ഡൈവിങ്ങിന്റെ രീതിയിലാണ് ഇപ്പം വെള്ളത്തിന്റെ അടിയിലൂടെ ഏകദേശം 30 മീറ്ററോളം അകത്ത് പോയി നോക്കി. നമ്മൾ പോയ ഭാഗത്തൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒഴുക്കിന്റെ അവസ്ഥ നേരത്തെ കൂടുതലായിരുന്നുകൊണ്ടും വെള്ളത്തിന്റെ അളവ് കൂടുതലായിരുന്നുകൊണ്ടും എങ്ങോട്ട് ഇത് ഒഴുകി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റത്തില്ല. നമ്മൾ പോകുന്ന ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ നിലവിലുള്ള കണ്ടീഷനിൽ ഒന്നുകൂടെ ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അവിടെ ഉള്ളത്. അപ്പൊ ഇനി ഇവിടുന്ന് ഇത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒഴുക്കിനപ്പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അപ്പുറ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് നീങ്ങുകയാണ്. അത് നോക്കിയിട്ട് പറയാൻ പറ്റും. വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മുട്ടുകുത്തി നിൽക്കാൻ പറ്റത്തില്ല. കിടന്നുകൊണ്ട് നമുക്ക് നീങ്ങാൻ പറ്റുന്ന അത്രയും ദൂരമാണ് നീങ്ങിയേക്കുന്നത്. അത് ഏകദേശം 30 മീറ്ററോളം പോയി. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള കാര്യം അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ആണ് നമ്മൾ കയറിയത്. സമയം രാത്രിയോട് അടുക്കുകയാണ്. രാത്രിയായാൽ നിങ്ങളുടെ ദൗത്യം തൽക്കാലം നമുക്ക് നിർത്താനേ പറ്റുള്ളൂ. കാരണം കാഴ്ചയില്ലാത്തൊരു ഈ അവസ്ഥയിൽ പോലും ഇത്രയും ലൈറ്റ് ഉണ്ടായിരിക്കുന്ന, സൂര്യപ്രകാശം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ പോലും നമുക്ക് അങ്ങോട്ട് കടന്ന് കാണാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രിയായ ലൈറ്റൊന്നും കിട്ടാനുള്ള യാതൊരു സാഹചര്യമില്ല. കൂടുതൽ അപകടകരമായതുകൊണ്ട് ഇന്നത്തെ ഒഴിവാക്കാനേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഓഫീസേഴ്സ് ഉണ്ട്, അവരുടെ അഭിപ്രായം അനുസരിച്ച് ബാക്കി ചെയ്യുന്നതായിരിക്കും. കുറച്ച് മാറ്റിയിട്ടുള്ള ഭാഗമുണ്ട്, അവിടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഒന്ന് രാവിലെ വന്നാ കഴിഞ്ഞിട്ടുണ്ടോ? ഫയറിന്റെ ആൾക്കാരോ? ഫയറിന്റെ ആൾക്കാർ സാർ അവിടെയാണോ? Let's go.